ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2025 നമ്മളെ വിട്ട് കടന്നുപോയി. 2025 സംഭവ ബഹുലമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവം ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കരുതുകയും നമ്മളെ പോറ്റി പുലർത്തുകയും ചെയ്യുന്നു എന്ന് ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയല്ലാതെ ഒന്നും പറയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ 2026 മോർണിംഗ് മന്നയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ 2026 നമ്മൾ മോർണിംഗ് മന്നയിലൂടെ ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകത്തിലൂടെ വാക്യമായുള്ള ഒരു ധ്യാന യാത്രയാണ് നമ്മൾ ഈ 2026 ചെയ്യുന്നത്. എത്ര അനുഗ്രഹപ്രദമായ ഒരു യാത്രയാണത്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങളും അന്ത്യകാല സംഭവങ്ങളും അതിലെ മുദ്രകളും കാര്യങ്ങളെല്ലാം വാക്യമായി പഠിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അസുലഭ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ മോർണിംഗ് മന്നയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനമാകുന്ന മന്ന നമുക്ക് ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ദിവസം ആരംഭിക്കാം. അതിനായി നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയോടെ ആയിത്തീരാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു സമ്പൂർണ്ണ സംഖ്യ എന്നതാണ്. അതിനാധാരമായി ഒരു വാക്യം വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ ആൽഫയും ഒമേഗയും ആദ്യനും അന്തവുമാകുന്നു. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി ആസിയിലെ എഫെസോസ്, സ്മർണ, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫ്യ, ലവോദിക്യ എന്നീ 7 സഭകൾക്കും അയച്ചു കൊടുക്കുക. നമ്മുടെ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ 7 എന്ന സംഖ്യ അനേക സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 7 ഭൂഖണ്ഡങ്ങളെന്ന് നമുക്ക് കാണാൻ പറയപ്പെടുന്നുണ്ട്. 7 മഴവില്ലിൻ്റെ 7 വർണ്ണങ്ങളെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വിവിധങ്ങളായ സംഭവങ്ങളെ നമുക്ക് 7 ബന്ധപ്പെടുത്താൻ കഴിയും. നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് അദൃശ്യമായിരിക്കുന്ന നമ്മുടെ സൗരയൂഥത്തിലെ 7 ആകാശഗോളങ്ങളുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. എന്നാൽ അതിലും പ്രാധാന്യം അർഹിക്കുന്നത് വെളിപ്പാടിൽ 7 എന്ന സംഖ്യ പലതവണ പരാമർശിക്കുന്നു എന്നതാണ്. പുതിയ നിയമ പുസ്തകത്തിലെ 7 എന്നതിനെക്കുറിച്ച് പുതിയ നിയമ പുസ്തകത്തിൽ ഏതാണ്ട് 88 പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ 56 പരാമർശവും വെളിപ്പാട് പുസ്തകത്തിലാണ് നാം കാണുന്നത്. ഏതാനും ചിലത് നാം ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു. 7 സഭകൾ, 7 പ്രധാനപ്പെട്ട ഒരു 7 വളരെ പ്രധാനപ്പെട്ട ഒരു ഗണത്തിൽപ്പെടുന്നതാണ്. 7 സഭകൾ എന്ന് പറയുന്നത് ശബത്തിൽ നാം എത്തിയിരിക്കുന്നത് 7-ാം ദിവസത്തിലാണ്. വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകത്തെ 7 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നതായും വേദശാസ്ത്രജ്ഞന്മാർ പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗം 7 സഭകളെന്നും, പിന്നീട് 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 അടയാളങ്ങൾ, 7 കലശങ്ങൾ, 7 വിജയങ്ങൾ, പുതിയ യെരുശലേമിലെ 7 അത്ഭുതങ്ങൾ എന്നിങ്ങനെയാണ് അവയെന്ന് പറയപ്പെടുന്നു. ബൈബിളിൽ 7 എന്ന സംഖ്യ പ്രതീകാത്മകമായി ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവനായ അവസ്ഥയെയും പൂർണ്ണതയെയും കാണിക്കുന്നതിനാണ്. 7 അപ്പോൾ എന്തിനെ കാണിക്കുന്നു? ഒരു പൂർണ്ണ സംഖ്യയെ കാണിക്കുകയാണ് 7. നമ്മുടെ ലോകത്തിൻ്റെ ആരംഭം മുതൽ തന്നെ 7-ാം ദിവസത്തിൽ തൻ്റെ സൃഷ്ടിപ്പിൻ വേല പൂർത്തിയാക്കിയപ്പോൾ ആ 7 ഒരു സമ്പൂർണ്ണതയാകാം. അതായത് ഒരു പ്രവൃത്തി ആരംഭിച്ചു, ആ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഒരു സർക്കിളാണ്, ഒരു സൈക്കിളാണ്. ആ സൈക്കിളിന് 7, ഒരു സൈക്കിൾ പൂർത്തീകരിച്ചത് 7. അങ്ങനെ 7 ഗണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു നല്ല ഉദാഹരണം നാം തിരിച്ചറിയുകയാണ്. അതായത് ക്രിസ്തു ഉപയോഗിച്ചത് ഒരു ചിത്രീകരണം പോലെയാണ്. വ്യക്തിഗതമായി 7 സഭകളെ സംബന്ധിച്ചിടത്തോളം അവ തിരഞ്ഞെടുക്കപ്പെട്ടത് പല കാരണങ്ങളാലാണ്. ഒരെണ്ണം അവയെല്ലാം ഒരു പ്രധാനപ്പെട്ട റൂട്ടിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. അവയുടെ കത്തുകൾ, അവയ്ക്ക് എഴുതിയതായ കത്തുകൾ വിതരണം ചെയ്യേണ്ട ക്രമത്തിൽ, അതായത് 7 സഭകൾക്ക് എഴുതിയതായ കത്തുകൾ അത് വിതരണം ചെയ്യപ്പെടേണ്ട ക്രമത്തിൽ അത് അവയെ പട്ടികപ്പെടുത്തുന്നു അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രാദേശികവൽക്കരിച്ച വീക്ഷണകോണിൽ നിന്ന് മാത്രമല്ല വെളിപ്പാട് പുസ്തകം നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്, മറിച്ച് അതിലെ വാക്യങ്ങൾ
ചരിത്രപരമായ വീക്ഷണത്തിൽ പ്രയോഗിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് 7 സഭകൾ ക്രമത്തിലുള്ളത് മുഴുവൻ ക്രിസ്തീയ സഭയുടെയും കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതിൻ്റെ ആരംഭം മുതൽ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുമ്പുള്ള അവസാന ദിവസം വരെ യുഗങ്ങളിലൂടെയുള്ള സത്യത്തിൻ്റെ കൈമാറ്റം കാണിക്കുന്നു. നമുക്കത് ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. 7 സഭകൾ അതിൻ്റെ ക്രമത്തിലുള്ളത് മുഴുവൻ, ആ ക്രമത്തിലുള്ളത് മുഴുവൻ മുഴുവൻ ക്രിസ്തീയ സഭയുടെയും കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 7 സഭകൾ എന്ന് പറയുന്നത് ക്രിസ്തീയ സഭയുടെ മുഴുവൻ ക്രിസ്തീയ സഭയുടെയും കാലഘട്ടങ്ങളെ അത് പ്രതിനിധീകരിക്കുകയാണ്. അതിൻ്റെ ആരംഭം മുതൽ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുമ്പുള്ള അവസാന ദിവസം വരെ യുഗങ്ങളിലൂടെയുള്ള ആ സത്യത്തിൻ്റെ കൈമാറ്റത്തെ അത് കാണിക്കുന്നു. കൂടാതെ ബൈബിളിൻ വെളിപ്പാടിൻ്റെ സന്ദേശങ്ങൾ സാർവത്രികമാണ്. ഉദാഹരണത്തിന് ഈ 7 സഭകൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് മൊത്തത്തിലും നിങ്ങൾക്ക് വ്യക്തിപരമായും ബാധകമാണ്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിലെ സന്ദേശങ്ങൾ അത് 7 സഭകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് സകല വിശ്വാസികൾക്കുമുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി അത് ബാധകമാണ്. ഓരോ കാലഘട്ടത്തെ അഭിസംബോധന ചെയ്തതാണ്. അത് പൂർണ്ണതയുടെ ഒരു സംഖ്യയായ 7 കാണിക്കുകയാണ്. ആൽഫയും ഒമേഗയും ആദ്യനും അന്തവും ആകുന്നു എന്ന് പറഞ്ഞതിലൂടെ അതിൻ്റെ ആരംഭവും അതിൻ്റെ അവസാനവും ആ 7 കാണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനിടയാവണം. സ്വർഗീയ പിതാവേ, എല്ലാ വിശ്വാസികൾക്കും ചരിത്രത്തിലുടനീളമുള്ളവർക്ക് ഇന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കും വെളിപ്പാടിന് ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ആ ഉദ്ദേശത്തെ ഓർത്ത ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യണം. അപ്പോൾ വെളിപ്പാട് പുസ്തകം എഴുതിയതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും ചരിത്രത്തിൽ ഉടനീളം ജീവിച്ചവർക്കും ആ വെളിപ്പാട് പുസ്തകത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം, അതിൻ്റെ 7 പൂർണ്ണത, ദൈവം സൃഷ്ടിപ്പ് മുതൽ അവസാനം വരെ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതിൻ്റെ പൂർണ്ണമായ, ദൈവത്തോട് ചേർക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണം കൂടി അതിലൂടെ നൽകുന്നുണ്ട്. ആ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ നമുക്ക് ആ ഉദ്ദേശം മനസ്സിലാക്കി പ്രാർത്ഥിപ്പാൻ ഇടയാവണം. ആ ഉദ്ദേശത്തിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ പുതുവർഷം നമുക്ക് എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങൾ നൽകുവാറാവട്ടെ. ആത്മീകമായി നമുക്ക് സഭയായി, കുടുംബമായി, വ്യക്തികളായി ആത്മീയ തലത്തിൽ വളരുവാൻ ഈ വെളിപ്പാട് പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ ധ്യാനയാത്ര ഇടയാവട്ടെ, സഹായകരമാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരെയും ഈ വർഷത്തിൽ ഒരിക്കൽ കൂടി നല്ല പുതുവർഷ ആശംസകൾ നേരുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. 2026 പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ 2026 കർത്താവ്, ഞങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലൂടെ ഞങ്ങളുടെ ധ്യാനയാത്ര കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ കർത്താവെ, അവിടുന്ന് ആദ്യനും അന്ത്യനുമാകിയാൽ, ആൽഫയും ഒമേഗയുമായിരിക്കാൻ കർത്താവെ, ഞങ്ങളുടെ ആ 7 പൂർണ്ണതയെ ഞങ്ങൾ മനസ്സിലാക്കുവാൻ, ദൈവം എന്ന പൂർണ്ണതയിലേക്ക് ഞങ്ങൾ വളരുവാൻ, ആത്മീയമായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, ഞങ്ങളുടെ ബലഹീനതകൾ, കുറവുകളൊക്കെ ഞങ്ങളെ ക്ഷമിച്ച് ഈ 2026 ഞങ്ങൾക്ക് ഏറ്റവും നല്ല ആത്മീക ശക്തിപ്പിൻ്റെ ഒരു വർഷമാക്കി തീർക്കണം. സകലതും ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ഏവർക്കും ഏറ്റവും നല്ല ഒരു ദിവസം നേരുന്നു. ഈ ദിവസത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക നടത്തിപ്പുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.